പത്തനംതിട്ട കോന്നിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ വീട്ടിൽ പെരുമ്പാമ്പ്. കോന്നി സ്വദേശി നന്ദകുമാറിന്റെ വീടിന്റെ പരിസരത്താണ് ഇന്നലെയും ഇന്നുമായി പെരുമ്പാമ്പിനെ കണ്ടത്. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ഷിജോ, ഇത് വനമേഖലയോട് ചേർന്നുള്ള പരിസരത്താണോ ഈ നന്ദകുമാറിന്റെ വീട്? എന്താണ് വിശദാംശങ്ങൾ? അമലെ, ഇന്നലെ രാത്രിയിലും ഇന്ന് അല്പസമയം മുമ്പും രണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ വീട്ടിൽ പെരുമ്പാമ്പിനെ കണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഈ വീട്ടിൽ ഒരു മുതിർന്ന ആളും ഒരു കുഞ്ഞു കുട്ടിയും ഇരിക്കുമ്പോൾ വീടിന്റെ സോപാനത്തിലൂടെ ഒരു പെരുമ്പാമ്പ് ഇഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് ഇവിടെ വെച്ച് വീണ്ടും ഒരു പെരുമ്പാമ്പിനെ കണ്ടു. ആ പാമ്പിന്റെ ഇപ്പോൾ ചാക്കിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഈ വീട്ടിലെ ആളുകളോട് തന്നെ ചോദിക്കാം. ശരിക്കും ഇപ്പോൾ തുടർച്ചയായ 2 ദിവസങ്ങളിലാണ് പാമ്പിനെ കാണുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇന്നലെ ആദ്യം കണ്ടത്? ഇന്നലെ സന്ധ്യയ്ക്ക് ഞാനും ഇവനും കുഞ്ഞ് എൻ്റെ വൈഫും കൂടെ അവിടെ സോപാനത്തിലിരിക്കുക. ചാരി ഇരിക്കുമ്പോൾ ലൈറ്റില്ലായിരുന്നു. ഇവൻ പോയി ലൈറ്റൊക്കെ ഇട്ടപ്പോഴാണ് എൻ്റെ ബാക്കിൽ, ഞാൻ ചാരി എന്നതിൻ്റെ ആ ചാരിൻ്റെ ബാക്കിൽ കൂടെ പെരുമ്പാമ്പാന്ന് അന്നേരം അറിയത്തില്ലായിരുന്നു. ഇഴഞ്ഞു പോയി. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ കണ്ടു. ഇവൻ കിടന്ന് അലറി. ഞങ്ങളെല്ലാം എടുത്ത് വിളി ചാടി. പാമ്പിനെ കണ്ടപ്പോൾ പേടിച്ചു പോയോ? എവിടെ വെച്ചാ കണ്ടേ? അപ്പോൾ ഇന്നും തുടർച്ചയായിട്ട് വീണ്ടും കണ്ടു. ഇതിനെപ്പോഴാണ് കണ്ടേ? ഏത് ഭാഗത്താണ് കണ്ടേ? അപ്പോൾ അത് ഇന്നലെ ഞങ്ങൾ അന്നേരം തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു. ഫോറസ്റ്റുകാർ വന്ന് അന്നേരം അവരാ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണെന്ന് സ്ഥിരീകരിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ ഇച്ചിരി മുമ്പ് എൻ്റെ അമ്മയുടെ അമ്മ, കുഞ്ഞിൻ്റെ അമ്മൂമ്മ ഇവിടെ ഇങ്ങനെ മുറ്റം തൂത്ത് വയ്ക്കുമ്പോഴാണ് ഇവൻ ഇഴഞ്ഞിഴഞ്ഞ്. ഈ സ്ഥിരം പാമ്പിൻ്റെ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണോ? ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഫോറസ്റ്റിനെ വിളിക്കും, അവർ വന്ന് അത് കളക്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. ഇന്നലെ ഇന്നോട് കണ്ടത് പെരുമ്പാമ്പാണ്. മറ്റേതെങ്കിലും ഇനത്തിൽപ്പെട്ട പാമ്പിനെ കാണുന്നുണ്ടോ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പെരുമ്പാമ്പിനെയാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ അമലെ, ഈ പറയുന്ന പോലെയാണ് എന്തായാലും ഒരു പാമ്പ്. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഈ പാമ്പിനെ ഇങ്ങനെ ചാക്കിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ വീട്ടിലെ ഈ ചേച്ചിയാണ് ഇന്നിപ്പോൾ ഇതിനെ കണ്ടത്. 2 ദിവസം അടുപ്പിച്ച് പാമ്പിനെ കാണുകയാണ്. പേടിയുണ്ടോ? പേടിയുണ്ട്, ഉണ്ട്. കാടല്ലേ മേളില്, അപ്പോൾ അതുകൊണ്ട് പേടിയുണ്ട്. പെരുമ്പാമ്പാണ്, എന്നാൽ പോലും കാണുമ്പോൾ തന്നെ പേടിയാവും. വലുത് കാണും, അവിടെ കാണും മേളില്. വനംവകുപ്പിനെ അവരും അറിയിച്ചു ഇന്നലെ ഇടയ്ക്കല്ലേ? ഇന്നലെ അറിയിച്ച് അവർ വന്ന് കൊണ്ടുപോയി. 2 ദിവസങ്ങളിൽ ഇങ്ങനെ പാമ്പിനെ കാണുമ്പോൾ ഇനി ഇവിടെ താമസിക്കാൻ പേടിയാവുന്നുണ്ടോ? പേടിയാ. ഇപ്പോൾ അമലെ, അതാണ് ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഈ പാമ്പ് ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുകയാണ്. ഇപ്പോൾ അതിനെ എന്തായാലും ഈ ചാക്കിനകത്ത് ആക്കിയിട്ടുണ്ട്. അത് അധികം നീളമുള്ള പാമ്പല്ല, ചെറിയ പാമ്പാണ്. പക്ഷേ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഈ പാമ്പിനെ കാണുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായിട്ടുള്ള രീതിയിൽ രാത്രിയിൽ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴാണ് സോപാനത്തിലൂടെ ഒരു പെരുമ്പാമ്പ്, അല്പം വലുതാണത്, അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെ കാണുന്നു. ഇന്ന് തുടർച്ചയായ 2ാം ദിവസവും വീടിൻ്റെ മുറ്റത്ത് കുഞ്ഞു കുട്ടികളടക്കം കളിക്കുന്ന സമയത്താണ് ഈ പെരുമ്പാമ്പിനെ കണ്ടത്. എന്തായാലും ഇപ്പോൾ അതിനെ ചാക്കിലാക്കിയിട്ടുണ്ട്. RRT ടീമിനെ, കോന്നി RRTയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് ഇതിനെ കൊണ്ടുപോകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ സമീപകാലത്തോടെ വലിയ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ഈ കനത്ത ചൂട് അനുഭവപ്പെട്ടതോടുകൂടി മാളത്തിൽ നിന്ന് പാമ്പുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പെരുമ്പാമ്പായതുകൊണ്ട് ആശ്വാസമാണ്, ഉപദ്രവിക്കില്ല. പക്ഷേ എന്നാൽ പോലും മറ്റ് പാമ്പുകളടക്കം ഈ മലയോര മേഖലയിലെ വീടുകളിലേക്ക് എത്തുകയാണ്. തുടർച്ചയായിട്ട് 2ാം ദിവസമാണ് പത്തനംതിട്ട കോന്നിയിൽ നന്ദകുമാറിന്റെ വീട്ടിലേക്ക് ഈ പെരുമ്പാമ്പ് എത്തിയിട്ടുള്ളത്. അമൽ, ശരി, എന്തായാലും 2 ദിവസം അടുപ്പിച്ച് ഈ പാമ്പ് ഇവരുടെ വീടിനടുത്തേക്ക് എത്തിയതാണ് ഈ കുടുംബത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിനെ അവർ വിവരം അറിയിച്ചിട്ടുണ്ട്. പാമ്പിനെ അവിടെ നിന്ന് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.